ആക്ച്വലി എബി തങ്കച്ചൻ എനിക്ക് തോന്നുന്നു December 23rd ബാച്ച് ആയിരുന്നു. സോ എബി ആദ്യം എമർജിയിൽ വരുന്നത് എനിക്കൊരു ചെറിയ ഓർമ്മയുണ്ട്. എനിക്ക് തോന്നുന്നു ഇന്റർവ്യൂവിനായിട്ടാണ് എബി ആദ്യമായിട്ട് എമർജിയിലേക്ക് വരുന്നത്. സോ ഇപ്പം എബി തങ്കച്ചൻ ഒരു ഗെയിം ഡെവലപ്പറായിട്ട് UT ഗെയിം ഡെവലപ്പറായിട്ട് പ്ലേസ് ആയിട്ടുണ്ട്. സോ എങ്ങനെയാണ് എമർജിയിലേക്ക് വന്നത്, ഇവിടുത്തെ ഒരു ജേർണി എങ്ങനെയായിരുന്നു എന്നുള്ളതെല്ലാം നമുക്ക് ഡയറക്റ്റ് എബിയെടുത്ത് തന്നെ ചോദിക്കാം. അപ്പം എബിക്കായിരിക്കും അതിനകത്തൊരു ക്ലിയർ ആൻസർ തരാൻ പറ്റുക. നമ്മള് എമർജിയിൽ ഒരു UT ഡെവലപ്പേഴ്സിന് ഇന്റർവ്യൂ നടക്കുന്ന ടൈമിലാണ് എബിനെ ഒന്ന് ആദ്യമായിട്ട് കാണുന്നത്. സോ അവർ അപ്ലൈ ചെയ്തിട്ട് എബിൻ വന്നിട്ടുണ്ടായിരുന്നു അല്ലെ. എന്തായിരുന്നു ഒരു UT ഡെവലപ്മെന്റ് ഇന്റർവ്യൂയിലേക്ക് എമർജിയിലേക്ക് വരാനുള്ള കാരണവും അതേപോലെ തന്നെ അവിടുന്ന് ട്രെയിനിങ്ങിലേക്ക് മാറാനുള്ള റീസൺ എന്തായിരുന്നു? ഓക്കെ, അപ്പൊ ഞാൻ 2022 ഡിഗ്രി കഴിഞ്ഞിറങ്ങുന്നത്. അപ്പൊ ഫസ്റ്റ് ഓഫ് ഓൾ എന്ത് ചെയ്യണമെന്ന് അറിയില്ല. കാരണം എന്റെ ഒരു സെൽഫ് ഫിനാൻസിങ് കോളേജാണ്. അപ്പോ നമുക്ക് ക്യാമ്പസ് പ്ലേസ്മെന്റ് ഇല്ല. അപ്പോ ഞാൻ എടുത്തത് BSc കമ്പ്യൂട്ടർ സയൻസ് ആണ് കോളേജ് ചെയ്തത്. അപ്പൊ എവിടേക്ക് പോകണമെന്ന് അറിയില്ലായിരുന്നു. ഞാൻ പ്രൊജക്ട് ചെയ്തത് ഞങ്ങളുടെ കോളേജിന്റെ ലാസ്റ്റ് സെമ്മിൽ പ്രൊജക്ട് ചെയ്തത് ഫ്ലട്ടറിലാണ്, ഫ്ലട്ടർ ലാംഗ്വേജിലാണ്. അപ്പൊ ഞങ്ങളുടെ സാറ് പറഞ്ഞു ആ ലാംഗ്വേജിൽ കണ്ടിന്യൂ ചെയ്തോ, അതിന് ഒരുപാട് സ്കോപ്പ് ഉണ്ട്. സാറിന് അറിയുന്ന ഒരു CEO ഉണ്ട്, അതായത് ഇങ്ങനെ തന്നെ നമ്മൾ ഇന്റേൺഷിപ്പ് തരുന്ന ഒരു CEO ഉണ്ട്. അത്യാവശ്യം പേയ്മെന്റ് ഉണ്ട്, പേയ്മെന്റ് അങ്ങനെ ഇതാക്കാനാണ്. അപ്പൊ സാർ പറഞ്ഞു നീ അതിലേക്ക് ചേർന്നോ, ആ ഒരു ലെവലിലേക്ക് പോയിക്കോന്ന് പറഞ്ഞു. ഓക്കെ എന്ന് പറഞ്ഞു. ഞാനും 1-2 പേരുണ്ടായിരുന്നു. ഞങ്ങൾ 4-5 പേര് അവിടെ പോയി ചേർന്നു. വിഷയം എന്ന് പറയുകയാണെങ്കിൽ ഫ്ലട്ടറിനാണ് ചേർന്നതെങ്കിലും അവർ ഞങ്ങളോട് പറഞ്ഞത് ഫുൾ സ്റ്റാക്കിൽ സ്റ്റാർട്ട് ചെയ്യാന്ന് പറഞ്ഞു. കാരണം ഫുൾ സ്റ്റാക്ക് ആകുമ്പോൾ ഗ്രോത്ത് കൂടുതലാണ്, സാലറിയും കൂടുതലാണ്. ഓക്കെ എന്ന് പറഞ്ഞു. നമ്മൾ അങ്ങനെ 4 മന്തിന്റെ കോഴ്സായിരുന്നു. അങ്ങനെ സ്റ്റാർട്ട് ചെയ്തു. കുഴപ്പമുണ്ടായിരുന്നില്ല ആദ്യം. അതൊക്കെ എൻജോയ്മെന്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത്യാവശ്യം കുഴപ്പമില്ലാതെ പഠിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ കുറച്ച് മാസം കഴിയുന്തോറും പഠിപ്പിക്കുന്നതിന്റെ അളവ് കുറഞ്ഞു വന്നു, എൻജോയ്മെന്റ് കൂടി വന്നു. ഞങ്ങളിങ്ങനെ അവിടെ പോയിട്ട് വർത്താനം പറയും. മെയിനായിട്ട് അത് തന്നെയായിരുന്നു. അങ്ങനെ 4 മാസമുള്ള കോഴ്സിന്റെ 4 കഴിഞ്ഞു, 5 കഴിഞ്ഞു, 6 കഴിഞ്ഞു, ഒന്നും ആയിട്ടില്ല. ഇന്റർവ്യൂ ഷെഡ്യൂൾ ആയിട്ട് അതെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ എന്ത് ചെയ്യണമെന്ന് അറിയില്ല, കാരണം സമയം പോകുമല്ലോ. എന്റെ ഫ്രണ്ട് പറയുകയും ചെയ്തു ഗ്രാജുവേഷൻ കഴിഞ്ഞ ഉടനെ തന്നെ പെട്ടെന്ന് തന്നെ കെയർ ആയിരിക്കും നല്ലത്, അതായിരിക്കും കരിയറിന് നല്ലതെന്ന് പറഞ്ഞു. വെറുതെ ടൈം വേസ്റ്റ് ചെയ്യേണ്ടെന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ ഇവിടുന്ന് നമുക്ക് ഒരു റെസ്പോൺസ് കിട്ടുന്നില്ല, ഇന്റർവ്യൂള്ള കാര്യമൊന്നും പറയുന്നില്ല. അങ്ങനെ പിന്നെ എന്ത് ചെയ്യുന്ന അറിയാതെ ഇവര് ചോദിച്ചു ഇന്റർവ്യൂ ഷെഡ്യൂൾ ആവുമെന്ന് ചോദിച്ചു. അവര് ടൈം എടുക്കും എന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ നിർത്തേണ്ടി വന്നു പറഞ്ഞു. ക്യാഷ് വേസ്റ്റ് ആയി അവിടെ. അതിനുശേഷം ക്യാഷിനെക്കാളും വേസ്റ്റ് ആയി നമുക്ക് ടൈമായിരുന്നു. പിന്നെ അടുത്ത് എന്ത് ചെയ്യണമെന്ന് അറിയില്ല, ഏതെടുക്കണം എന്നുള്ളത്. സോഫ്റ്റ്വെയർ ഫീൽഡ് പിന്നെ ഒഴിവാക്കി നമ്മള്. ഞാൻ പരിസരത്തേക്ക് പണി കിട്ടിയോണ്ട് ആ പരിസരത്തേക്ക് താല്പര്യം പോയി. പിന്നെ ഉള്ളത് സൈബർ സെക്യൂരിറ്റി ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ ഗെയിം ഡെവലപ്മെന്റ് ഉണ്ട്. സൈബർ സെക്യൂരിറ്റി ഞങ്ങളുടെ നാട്ടിൽ തന്നെ ഒരു ഫെയിം ഉണ്ട്. അപ്പൊ ഫ്ലട്ടറിന് താല്പര്യം പോയുള്ളൂ. ആക്ച്വലി പിന്നെയും IT-ലേക്ക് വേറെ ഒന്നും ശരിയാവില്ല, IT-യിലെ നോക്കുക ശരിയാവും. അപ്പൊ പിന്നെ സൈബർ സെക്യൂരിറ്റി ഒരു ഫെയിം നാട്ടിൽ തന്നെ ഉണ്ടാകും. അപ്പൊ അവിടേക്ക് പോകണമെന്നാണ് താല്പര്യം. ഞാൻ ചെന്ന് ചോദിച്ചപ്പോ കുറച്ച് എക്സ്പെൻസീവ് ആണ്, 1 lakhന്റെ മുകളിൽ വരും, 150 ആ റേഞ്ച് വരും. അപ്പൊ വീട്ടുകാരെ കൺവിൻസ് ചെയ്യാൻ ഓൾറെഡി ഇവിടെ പേയ്മെന്റ് ടൈം പോയി ഒറ്റപ്പെടുത്തുകയുള്ള വീട്ടുകാരെ കൂടെ ഞാൻ പിന്നെയും 1.5 കൊടുത്ത് വേറെ പഠിക്കാൻ പോകാൻ. അതെ. അപ്പൊ അതുകൂടെ വരുമ്പോ വീട്ടുകാർക്ക് സ്ട്രെയിൻ ആവുമെന്ന് അറിയാം. പിന്നെ ഇത് കിട്ടിക്കഴിഞ്ഞാൽ, അതായത് കോഴ്സ് എടുത്ത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാല് ഗ്രോത്തിന്റെ കേസ് ഒന്നും അറിയില്ല. അപ്പൊ ഡൗട്ട് ഉണ്ട്, കാരണം ഓൾറെഡി നമുക്ക് ഒരു പണി കിട്ടിയതുകൊണ്ട് ഇനി അടുത്ത പണി കിട്ടുമോന്ന് അറിയില്ല. അപ്പൊ ഒരു ഡൗട്ട് ആയിരുന്നു. പിന്നെ വീട്ടുകാരുടെ എങ്ങനെ കൺവിൻസ് ചെയ്യാൻ അറിയില്ല അവരുടെ കേസ്. അപ്പൊ ഞാനപ്പോ ഉദ്ദേശം നിലവില് ഇങ്ങനെ ആവുമ്പോ ഒന്നും കൂടെ ഗെയിം ഡെവലപ്മെന്റ് ആണോ സൈബർ സെക്യൂരിറ്റി ആണോ റേറ്റ് കുറവ്, അതിലേക്ക് ചാടാൻ ഉദ്ദേശിച്ചത്. പക്ഷെ സൈബർ സെക്യൂരിറ്റി പിന്നെ ഞാൻ കുറച്ച് ഡീപ്പായിട്ട് ലേൺ ചെയ്യുന്ന സമയത്ത് യൂട്യൂബിൽ നോക്കി. അപ്പൊ അപ്പോഴാണ് മനസ്സിലായത് എനിക്ക് പറ്റിയ ഫീൽഡ് അല്ല സൈബർ സെക്യൂരിറ്റി എന്നുള്ളത്. ഞാൻ ഗെയിം ഡെവലപ്മെന്റ് അതേപോലെ നോക്കിയായിരുന്നു. ഗെയിം ഡെവലപ്മെന്റ് നോക്കിയ സമയത്ത് ഓക്കെയാണ്, കാരണം ഓടിയുള്ള ഒരു ക്യൂരിയോസിറ്റി ആണ് കുട്ടിക്കാലം മുതൽ എങ്ങനെയാണ് ഗെയിം ഉണ്ടാക്കുക എന്നുള്ളത്. അതെ, കാരണം ഫ്രണ്ട്സിന്റെ കയ്യിൽ എന്റെ കയ്യിൽ PC ഇല്ല, ലാപ്ടോപ്പ് PC അങ്ങനെ ഉണ്ടായിരുന്നില്ല. മൊബൈൽ ഗെയിംസ് ആണ് അതൊക്കെ ഞാൻ കളിച്ചോണ്ടിരുന്നത്. അപ്പൊ ആ ഒരു കേസിൽ എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നത്, എങ്ങനെ വർക്ക് ആവുന്നതെന്നൊക്കെയുള്ള ഒരു ഡൗട്ടാണ്. പ്രത്യേകിച്ച് എന്റെ ഡിഗ്രി ബാച്ച് കൊറോണ സമയത്തായിരുന്നു. അതുപോലെ ഫുൾ ടൈം നമുക്ക് കളിക്കാനുള്ള ഗ്യാപ്പ് ഉണ്ടല്ലോ. അപ്പൊ അങ്ങനെ ആ ഒരു മേഖലയിലേക്ക്, ഗെയിമിംഗ് മേഖലയിലേക്ക്, കാരണം നമ്മുടെ ഇതൊരു പ്രൊഫഷൻ ആയിട്ടില്ല, നമ്മുടെ എന്താ പറയാ, ആക്ച്വലി ആ ടൈമിൽ പറഞ്ഞു തരാൻ ആരുമില്ല. അതെ, ഈ ഗെയിം ഡെവലപ്മെന്റിന് തന്നെ സക്സസ് ആയിട്ടുള്ള ആൾക്കാരെ പരിചയമില്ല. അതെ, അപ്പം അങ്ങനെ ഒരു ആദ്യം വേണം. അതെ, പിന്നെ ഓരോരുത്തർ പണി കിട്ടിയതാണ്, പിന്നെ നല്ല റിസ്ക് ആണ് എടുക്കാൻ പോകുന്നത്.
കാരണം വീട്ടുകാരുടെ കാശ് ഇനിയും ചെലവാക്കുമ്പോൾ എങ്ങനെയാണെന്ന് അറിയില്ലായിരുന്നു. പിന്നെ എനിക്ക് സംബന്ധിച്ചോളം ഗെയിം ഡെവലപ്മെന്റ് ഓൾറെഡി ഇഷ്ടമുള്ള ഒരു പരിപാടിയാണ്. സോഫ്റ്റ്വെയർ ഫീൽഡ് ആകുമ്പോൾ എനിക്ക് അറിയുന്ന പല ഫ്രണ്ട്സും ഉണ്ട്. അവരിത് ഒരു ഒഴുക്ക് പോലെ എന്താ പറയാ, ഡിഗ്രി കഴിഞ്ഞു സോഫ്റ്റ്വെയർ ജയിച്ചു അത്രേ ഉള്ളൂ. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഒന്നും കൂടെ എന്താ പറയാ ഇഷ്ടപ്പെട്ട ഒരു ഫീൽഡിലേക്ക് മാറണമെന്നുണ്ടായിരുന്നു. അങ്ങനെയാണ് ഗെയിം കുറച്ച് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്ന ഫീൽഡിലേക്ക് കുറച്ചുകൂടെ എൻജോയ്മെന്റ് ആയിട്ടുള്ള. ഇപ്പൊ ഗെയിം ഡെവലപ്മെന്റ് ഞാൻ പിന്നെ അങ്ങനെ യൂട്യൂബിൽ വീഡിയോസ് കുറച്ച് കണ്ടായിരുന്നു, ഇഷ്ടപ്പെട്ടു. അപ്പൊ അങ്ങനെ അത് ഞാൻ ഫിക്സ് ചെയ്തു. അടുത്ത വിഷയം ക്യാഷ് ആയിരുന്നു. അപ്പൊ പിന്നെ അത് മാത്രമല്ല നാട്ടുകാരെ കുറച്ച് വിഷയമായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെ സ്റ്റേ ചെയ്യാൻ നാട്ടിൽ തന്നെ നിൽക്കാൻ നാട്ടിൽ തന്നെ കണ്ടിന്യൂ ചെയ്യുന്നില്ല. കാരണം എന്താ അവരൊക്കെ ചോദിക്കുന്നുണ്ട് എന്തായി കഴിഞ്ഞോ ജോലിക്ക് കയറിയോ ചോദിക്കുന്നുണ്ട്. അങ്ങനെ അച്ഛന് ബുദ്ധിമുട്ടായതുകൊണ്ട് നൈസായിട്ട് ഒന്നല്ലെങ്കിൽ എറണാകുളം അല്ലെങ്കിൽ ആ ഒരു ബാംഗ്ലൂർ ആ മേഖലയിലേക്ക് പോകാൻ ഉദ്ദേശിച്ചത്. ആ സമയത്താണ് ക്യാഷിന്റെ ഒരു ഇഷ്യൂ വന്നത്. അപ്പൊ പിന്നെ ഒന്നുകൂടെ ക്യാഷ് കമ്മിയായിട്ടുള്ള കോഴ്സ് ഉണ്ടോ അല്ലെങ്കിൽ ഇന്റേൺഷിപ്പ് ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി സെർച്ച് ചെയ്ത സമയത്ത് ഒരു കമ്പനിയെ പറ്റി അറിയുന്നത്. ആ കമ്പനിയിലേക്ക് നമ്മൾ ചെന്നു. അവിടെ ഓൺലൈൻ കോഴ്സായിരുന്നു. ഓൺലൈൻ കോഴ്സാണ് നമ്മൾ പഠിച്ചു. കോഴ്സ് നല്ല കോഴ്സൊക്കെ ആയിരുന്നു. നമ്മൾ കണ്ടിന്യൂ ചെയ്ത് അങ്ങനെ പോയി. പക്ഷെ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവര് ഡയറക്റ്റ് പ്രൊജക്റ്റിലേക്ക് വരുന്നത്. ബേസിക്സ് ഒന്നുമില്ല, ഡയറക്റ്റ് പ്രൊജക്റ്റാണ്. അവരൊരു പ്രൊജക്ട് അവർ സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മളത് ഫോളോ അപ്പ് ചെയ്യാം. അപ്പൊ അങ്ങനെ പോകുമ്പോൾ വിഷയം എന്ന് പറയുകയാണെങ്കിൽ കോഴ്സ് കഴിഞ്ഞപ്പോ എന്റെ കയ്യിൽ ഒന്നുമില്ലാത്ത അവസ്ഥയിൽ എന്താ ചെയ്യുന്ന വെച്ചാൽ എന്താ ചെയ്യുന്നത് ചെയ്തു. അതെ, പക്ഷെ എന്ത് ചെയ്യുന്നു ചോദിച്ചാൽ കാട്ടുത്തരല്ല. പിന്നെ ഒന്നും തുടങ്ങാനുള്ള ഒരു നോളജ് ഇല്ല. അതാണ്. അപ്പൊ ബേസിക്സ് കറക്റ്റ് അല്ലാത്തതുകൊണ്ടും എന്ത് ചെയ്യുന്ന അറിയാത്തതുകൊണ്ടും ആകെ ഒരു വിഷയമായി. അതും ഫ്ലോപ്പായിട്ട് വിചാരിച്ചിട്ടില്ലായിരുന്നു. അപ്പോഴാണ് എനിക്കൊരു കോൾ വന്നത്. ഇവിടെ ഒരു കമ്പനി ഉണ്ട്, അവിടെ ഒരു ട്യൂട്ടറിന്റെ ആവശ്യമുണ്ട്, വരാൻ പറ്റുമെന്ന് വെച്ചിട്ട് ഞാൻ ഓക്കെ എന്ന് പറഞ്ഞു. കാരണം നമുക്ക് വേറെ വഴിയില്ല. വളരെ പ്രശ്നമായിരുന്നു. വീട്ടുകാരുടെ സൈഡിൽ വീട്ടിൽ വന്നു, വീട്ടിൽ നിൽക്കണം. അതെ, അങ്ങനെ. അപ്പൊ ഞാൻ നേരെ അവിടുന്ന് എറണാകുളത്തേക്ക് കയറിയതാണ്. എറണാകുളത്തേക്ക് കയറി ഇവിടെ വന്നു കമ്പനിയിലേക്ക് പോയി ഇന്റർവ്യൂ ആയിട്ടാണ് പോയത്. പക്ഷെ സെലക്ട് ആയി. അങ്ങനെ ട്യൂട്ടറായിട്ട് അവിടെ കയറി ആദ്യത്തെ 1-2 ആഴ്ച കുഴപ്പമുണ്ടായിരുന്നില്ല. നമ്മളെ ഒരു ഇതിൽ പോയി. പിന്നീട് അത് അവരുടെ സ്ട്രക്ചർ അതും ഗെയിം ഡെവലപ്മെന്റ് യൂണിറ്റി പഠിപ്പിക്കാൻ അവർ പറഞ്ഞു. ആ സമയം അപ്പൊ വിഷയം വെച്ചാൽ അവരുടെ സ്ട്രക്ചർ അത്ര പ്രോപ്പർ അല്ല, ബേസിക്കേ ഇല്ല. അപ്പൊ എന്റെ അതേ അവസ്ഥ തന്നെയാണ്. ഓക്കെ, നമ്മൾ പോയെങ്കിൽ ഒരു പ്രൊജക്ട് ചെയ്തിട്ടുള്ള ഇതിൽ നിന്ന് നേരെ അവിടത്തേക്ക് ട്യൂട്ടറിംഗിലേക്ക് പഠിപ്പിക്കാനായിട്ട്. അതെ, അപ്പോ എനിക്കറിയാതെ ഞാനിങ്ങനെ പഠിപ്പിച്ചുകൊണ്ട് അറിയാം നമുക്ക് ഈ ഒരു അവസ്ഥയാണ്. ഒന്നും പഠിച്ചു കഴിഞ്ഞു, പക്ഷെ ഒന്നും കഴിയില്ല. അപ്പൊ ഞാനിനി ഈ ഒരു ലെവലിൽ പോയിട്ട് ഞാൻ കുറച്ചു പേരെ പഠിപ്പിച്ചു കഴിയുമ്പോൾ അതെ നമുക്ക് തന്നെ അറിയില്ല എവിടെ തുടങ്ങണം, എവിടെ നിർത്തണം, അതെ എന്ത് ചെയ്യണം എന്നുള്ളത്. അതെ, പഠിപ്പിക്കുന്നവരാരും അവർക്കൊരു ക്ലിയർ ഗൈഡൻസ് കൊടുക്കാൻ പറ്റില്ല. അതെ അതെ. അപ്പൊ പിന്നെ അവരുടെ കൂടെ പ്രാക്ക് വേണ്ട വിചാരിച്ചിട്ട് നേരെ അവിടുന്ന് ഒഴിഞ്ഞു. കാരണം നമ്മളെ കൊണ്ട് സാധിക്കില്ല എന്ന് ഉറപ്പായിരുന്നു. അവിടുന്ന് ഒഴിഞ്ഞു. പിന്നെ എന്ത് ചെയ്യുന്ന അറിയില്ല. ആകെ 1-2 മാസം ഞാൻ എന്ത് ചെയ്യുന്ന അറിയാതെ ഗെയിം ഡെവലപ്മെന്റ് കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടി ഉദ്ദേശിച്ചു. അത് തന്നെ ഞാൻ ഉറപ്പിച്ചു. പക്ഷെ അത് മുറുകെ പിടിച്ചിട്ടുണ്ടായിരുന്നു. അത്രേ ഉള്ളൂ. അപ്പൊ ഇനി പഠിക്കാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടുണ്ടാവില്ല. എന്തായാലും ഇത്രയും പഠിച്ചാണുള്ളത്. ഡിഗ്രി ഇത്രയും പോയി. പിന്നെ ഒരു ഇന്റർവ്യൂവിന് വേണ്ടി പോയതാണ്. അപ്പോഴാണ് ഒരു ഫ്രണ്ട് വഴി എമർജിയോട് ഇങ്ങനെ ഒരു ഗെയിം ഡെവലപ്പറിന്റെ ഇന്റർവ്യൂ ഉണ്ട്, ഫ്രഷറാണ്, കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ ഞാൻ ചെന്നതാണ്. അവിടെ ചെന്ന് കഴിഞ്ഞ ഇന്റർവ്യൂ സ്റ്റാർട്ട് ചെയ്ത സമയത്താണ് മനസ്സിലായത് നമ്മുടെ എന്റെ കയ്യിൽ കുറെ ഗ്യാപ്പ് ഉണ്ട്, കുറെ ഫില്ലിങ്സ്, അതായത് കുറെ ആഡ് ചെയ്യാനുണ്ട്. ഞാൻ പഠിച്ചതല്ല യഥാർത്ഥത്തിലുള്ള ഗെയിം ഡെവലപ്മെന്റ് പറയുന്നത്. അത് കുറച്ച് ക്വസ്റ്റ്യൻ വന്നതിന് ശേഷമാണ് മനസ്സിലായത്. നിഷാ മാം ഉണ്ടായിരുന്നു ആ സമയത്ത്. നിഷാ മാമാണ് ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ഒക്കെ പറഞ്ഞു തന്നെ. എനിക്ക് ഏതൊക്കെയാണ് കുറവുള്ളത്, ഏതൊക്കെയാണ് ഇനി ആഡ് ചെയ്യേണ്ടതൊക്കെ പറഞ്ഞു തന്നു. പിന്നെ ബെനിസാർ ഉണ്ടായിരുന്നു. ബെനിസാറാണ് അതായത് ഏതൊക്കെയാണ് പഠിക്കേണ്ടതൊക്കെ പറഞ്ഞത്. അപ്പൊ അങ്ങനെ ഇരുന്നപ്പോ കുറെ ഗ്യാപ്പ് ഉണ്ടെന്ന് മനസ്സിലായി. പിന്നെ എന്തോ ആ സമയത്ത് എന്തോ തോന്നി. നിഷാ മാം അങ്ങനെ പറഞ്ഞു, നിനക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഒരു സ്റ്റുഡന്റ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്തോ, നമുക്ക് ഓൺലൈനിൽ അറിയാലോ. അപ്പൊ ആ ലെവലിലേക്ക് പെട്ടെന്ന് തന്നെ പഠിച്ചു ജോലിയുടെ കൂടുതലേക്ക് ആക്കാന്നൊക്കെ പറഞ്ഞു. ഓക്കെ എന്നൊക്കെ പറഞ്ഞ് ഞാൻ എന്ത് ചെയ്യാനൊന്നും അറിയില്ലായിരുന്നു ആ സമയത്ത്. പക്ഷെ പെട്ടെന്ന് എന്തോ ഒരു ഇമ്പൾസ് വരാം. ഓക്കെ, ഇത് ഓക്കെ കണ്ടിന്യൂ ചെയ്യണം. അതെ, പിന്നെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടി കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് പഠിക്കാൻ. അതെ, സോ അപ്പൊ ഇതൊക്കെ ഫിക്സ് ചെയ്യാൻ വിചാരിച്ചിട്ട് അപ്പൊ എന്തോ ഇമ്പൾസ് തോന്നി. ഓക്കെ എന്ന് പറഞ്ഞു ചേർന്നു. അങ്ങനെ ഒരാഴ്ച കഴിഞ്ഞപ്പോ ഇവിടെ ജോയിനിങ്ങിന് ഞാൻ വന്നു. അങ്ങനെയാണ് ഫസ്റ്റ് എമർജോയിലേക്ക് വരുന്നത്. അതായത് ഒരു ജോലിക്ക് വേണ്ടി വന്നിട്ട് സ്റ്റുഡന്റ് ആയിട്ട് വരുന്ന ആ അവസ്ഥയാണ്. നമുക്കിവിടെ നോർമലി ഇന്റർവ്യൂസ് വരുന്നത് 90%, യൂട്ടിയിൽ വരുന്ന 90% അങ്ങനെ തന്നെ. ഓക്കെ, കാരണം അവർക്ക് ഇപ്പൊ ലൈവിലേക്ക് എന്തെങ്കിലും ചെയ്യാൻ പറഞ്ഞ ആ ഒരു നോളജ് ഇല്ല. പക്ഷെ അവർക്ക് എന്തൊക്കെയോ പഠിച്ചിട്ടുണ്ടെന്ന് വെച്ചാൽ എവിടെ നിന്നൊക്കെ എന്തൊക്കെയോ പഠിച്ചിട്ടുണ്ട്. അത് വെച്ചിട്ട് എങ്ങനെ പ്രാക്ടിക്കൽ ചെയ്യാമെന്ന് വെച്ചാൽ
അറിയില്ല. പിന്നെ ഓഫ്കോഴ്സ് അറിയാലോ, ഒരു കമ്പനി അങ്ങനെയുള്ള കാൻഡിഡേറ്റ്സിനെ കൺസിഡർ ചെയ്യില്ല. കാരണം അവർക്ക് എന്തെങ്കിലും റവന്യൂ ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന കാൻഡിഡേറ്റ്സ് കിട്ടിയിട്ട് കമ്പനിയും കാര്യമുള്ളൂ, അല്ലാതെ അവർ ഉദ്ദേശിച്ചിട്ട് ഒരു കാര്യമില്ല. സോ നമുക്ക് വരുന്ന 90% യൂടിയുടെ കേസിൽ അങ്ങനെ തന്നെയാണ്. ഓക്കെ, സോ വന്നിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു എമർജോയിൽ ആക്ച്വലി? ഓഫ്കോഴ്സ് ലേണിംഗിലേക്ക് വരുമ്പോഴത്തേക്ക് എമർജോയുടെ ഫീസ് കേട്ടപ്പോഴത്തേക്ക് ആദ്യം ഞെട്ടിക്കാണാം എന്തായാലും. ഓഫ്കോഴ്സ് അത് വീട്ടുകാരെ ഇന്ന് അടുത്തത് അതായിരുന്നു. കാരണം ഓടെ ഫസ്റ്റ് ഫ്ലോപ്പ് ഉണ്ട്, സെക്കൻഡ് ഫ്ലോപ്പ് ഉണ്ട്, തേർഡിനും മൂന്നാമതും കൂടെ. അത് ഞാൻ കൺവിൻസ് ചെയ്യാൻ വേണ്ടി വളരെ ടൈം എടുത്തു വരെ. കാരണം നമ്മളതിലുള്ള ഞാനിവിടെ വേറെ ജോബിലൊക്കെ അപ്ലൈ ചെയ്യാൻ നോക്കിയിട്ടുണ്ടായിരുന്നു ആ സമയത്ത്, പാർട്ട് ടൈം ആയിട്ട് കയറിയാൽ വിചാരിച്ചിട്ട്. പക്ഷെ അപ്പോഴും ക്യാഷ് വേണം. അപ്പൊ വീട്ടുകാരാണ് ആകെയുള്ള സോഴ്സ് ഉള്ളത്. അപ്പൊ ഞാൻ കൺവിൻസ് ചെയ്യാൻ ടൈം എടുത്തു. പിന്നെ കൺവിൻസ് ചെയ്ത അവസാനം അവര് പറഞ്ഞു വേറെ അവർക്കും എന്താ പറയാ നമുക്ക് ജോലി കിട്ടണം, കാരണം അവര് നമ്മളെ പ്രതീക്ഷ നിൽക്കണം നമ്മുടെ സാലറിക്ക് വേണ്ടി. അപ്പോ എന്തായിരുന്നു അറിയാത്ത ഇതില് അവര് പിന്നെ കൺവിൻസ് ആയി. ഞാൻ പിന്നെ അവരുടെ കസിൻസ് ഒക്കെ ഉണ്ടായിരുന്നു, കസിൻസോടൊക്കെ പറഞ്ഞു വീട്ടുകാരെന്ന് അവരത് കൺവിൻസ് ചെയ്യാൻ വേണ്ടി പറഞ്ഞു. വേറെ അവസാനം കൺവിൻസ് ആയി ഇവിടെ കയറിയ സ്റ്റാർട്ടിങ്ങിൽ ഞാൻ വന്ന സമയത്ത് എല്ലാ കമ്പനിയും ഞാൻ ഇവിടുത്തെ യൂണീക്നെസ് എന്ന് പറയുന്നത് എല്ലാ കമ്പനിയിലും പോകുമ്പോൾ പലയിടത്തും ഇതാണ് എന്താ പറയാ, ഞാന് ഫസ്റ്റ് അതായത് സീനിയർ ആയിട്ടുള്ള ആൾക്കാർ ആ ലെവലിലാണ് നിൽക്കുക. ഞാനൊരു സീനിയർ ആണ്, അല്ലെങ്കിൽ ഞാനൊരു അതിലേക്ക് മുമ്പ് വന്നതാണ്. ഞാൻ പെട്ടെന്ന് അങ്ങനെ ഒരു മിങ്കിൾ ആവില്ല ആ ഒരു അവസ്ഥ. പക്ഷെ ഇവിടെ വന്ന സമയത്ത് സീനിയർ എന്നോ ജൂനിയർ എന്നോ അങ്ങനെ വ്യത്യാസമൊന്നുമില്ല. എല്ലാവരും വന്നു നമ്മളോട് വർത്താനം പറഞ്ഞു. ഫസ്റ്റ് സമയത്തൊക്കെ ഞാൻ ഫസ്റ്റ് ഡേ ആരും അറിയില്ലായിരുന്നു. ഞാൻ ഫുഡ് കഴിയില്ലായിരുന്നു, പക്ഷെ എങ്ങനെ എവിടെ പോയി കഴിക്കാൻ ഒന്നും അറിയില്ലായിരുന്നു. പക്ഷെ പലരും വന്നു, ഫുഡ് കഴിച്ചു. ചിലവർ അവരൊപ്പം എന്താ ഫുഡ് കഴിക്കാൻ വേണ്ടി അവിടെ ഒരു കഫ്റ്റേരിയ പോലെ ഉണ്ടായിരുന്നു, അവിടെ ചെന്ന് ഫുഡ് കഴിച്ചു. അപ്പോ അവിടെ ഒരു മെയിൻ യൂണിക്നെസ് ഞാൻ കണ്ടെന്ന് പറയുകയാണെങ്കിൽ സീനിയർ എന്നോ ജൂനിയർ എന്നോ വ്യത്യാസമല്ല, എല്ലാവരും ഒരേപോലെ തന്നെ മിങ്കലയാണ്. അതാണ് ഒരു മെയിൻ പോസിറ്റിവിറ്റി ഞാൻ കണ്ടത്. അതന്നെ എനിക്ക് ഇവിടെ നിൽക്കാൻ ഫസ്റ്റ് സ്റ്റാർട്ടിങ് തന്നെ നമ്മൾ അങ്ങനെ ഒരു കൾച്ചർ ബിൽഡ് ചെയ്യുന്ന. കാരണം നമുക്കൊരു സീനിയർ ആണെന്നുണ്ടെങ്കിൽ ഒരു ഡൗട്ട് ചോദിക്കാനോ എന്തോ ചോദിക്കാനോ ഒരു മടിയായിരിക്കും. അതെ, കാരണം പുള്ളിക്കൊരു തലക്കനെ എപ്പോഴും കാണാം. അതെ അതെ. പക്ഷെ നമ്മുടെ രീതിയിൽ നിൽക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തോന്ന് ചോദിക്കാം, ലേൺ ചെയ്യാൻ കുറെ കാര്യങ്ങൾ കിട്ടും. അപ്പോൾ ലേണിങ്ങിന് പറ്റിയൊരു ആംബിയൻസ് ക്രിയേറ്റ് ചെയ്യണം എന്നുള്ളതാണ് നമ്മൾ ആക്ച്വലി നമ്മൾ സ്റ്റാർട്ട് ചെയ്തപ്പോഴേ ഉദ്ദേശിച്ചിരുന്നത്. അതുകൊണ്ടാണ് എല്ലാവരും ലൈക്ക് ആ ഒരു കൾച്ചറിലേക്ക് അഡാപ്റ്റ് ചെയ്ത് വരുന്നത്. അതെ, അപ്പൊ പിന്നെ അങ്ങനെ ആ ലെവലിലേക്ക് വന്നു. ഇനിയിപ്പം ലൈക്ക് ട്രെയിനിങ്ങിന്റെ കേസിലേക്ക് വരുമ്പോഴത്തേക്ക് ഫസ്റ്റ് ആയിരുന്നു ബെനിൻ ആയിരുന്നു, അബിനി സാറായിരുന്നു ചേട്ടനെ വിളിക്കാറ്. ബെനിൻ എങ്ങനെ ഉണ്ടായിരുന്നു? ബെനിൻ സാറിന്റെ ക്ലാസ് അടിപൊളിയായിരുന്നു. കാരണം എനിക്ക് ബേസിക് ആണെന്നൊന്നും അറിയാത്തത്. പക്ഷെ ബെനിൻ സാറിന്റെ ഓരോ ക്ലാസ്സും എന്താ പറയാ ഡെപ്ത് ആയിട്ട് എടുക്കുന്നത്. ഡെപ്ത് ആയിട്ട് എടുക്കുമ്പോൾ നമുക്ക് ലൈക്ക് ഇതെന്താണ് ഉദ്ദേശിക്കുന്നത്, ഇതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്. അതെ അതെ അതെ. സാധാരണ ഇപ്പോ ചില വേറെ ട്യൂട്ടേഴ്സ് ഒക്കെ ആണെങ്കിൽ പറഞ്ഞു പോകുന്നല്ലാതെ അപ്പൊ അറിയാലോ. അതെ അതെ. അപ്പൊ പക്ഷെ ബെൻസാറിന്റെ കേസ് പറയുകയാണെങ്കിൽ ആളുടെ അപ്രോച്ച് വളരെ എന്താ ഡിഫറെന്റ് ആണ്. ആള് നല്ല ഡെപ്ത് ആയിട്ട് ഓരോ കണ്ടന്റും എടുത്തിട്ട് വിശദീകരിച്ച് പറഞ്ഞുതരും. അപ്പൊ അതുകൊണ്ട് ഗുണം എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് ഗ്രാസ്പ് ചെയ്യാൻ പറ്റും, എളുപ്പമായിരുന്നു. അങ്ങനെയാണ് യൂണിറ്റിയുടെ ബേസിക്സ് എന്റെ ബിൽഡ് ആയത്. അപ്പൊ നല്ലൊരു ബേസിക്സിലായിരുന്നു യൂണിറ്റ് ബിൽഡ് ചെയ്യുന്നത്. ബെൻസാറിന്റെ ഹെൽപ്പ് കൊണ്ട് പെട്ടെന്ന് തന്നെ യൂണിറ്റ് പെട്ടെന്ന് അത് മനസ്സിലായി എന്താണ് യൂണിറ്റ്. ഞാൻ മിസ് ചെയ്ത പല കണ്ടന്റ് ഉണ്ടായിരുന്നു വേറെ അതിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത്. അതൊക്കെ ഫില്ല് ചെയ്യാൻ പറ്റി എനിക്ക്. എന്താ എവിടെയാണ് മിസ്സിംഗ് ആയത്, അല്ലെങ്കിൽ എന്തുകൊണ്ട്, അല്ലെങ്കിൽ എങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം, എങ്ങനെ അപ്രോച്ച് ചെയ്യാം എന്നുള്ള കണ്ടന്റ് മനസ്സിലായി. അത് ബെൻസാറിന്റെ ഇതുകൊണ്ടാണ്. പിന്നെ എങ്ങനെയായിരുന്നു നിങ്ങൾക്ക് ലേണിംഗ് പ്രൊജക്ട് ബേസ്ഡ് ആയിരുന്നോ? ഇല്ല, ലേണിംഗ് എന്ന് പറയുകയാണെങ്കിൽ മെയിൻ ബെൻസാർ ബേസിക്സ് ആയിരുന്നു ബിൽഡ് ചെയ്തുകൊണ്ടിരുന്നത്. യൂണിറ്റിയുടെ എല്ലാ ബേസിക്സും കഴിഞ്ഞ് പിന്നെ കുറെ ലോജിക് ബിൽഡ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് അപ്പൊ കുറെ ലോജിക്കിന് വേണ്ടി കുറെ പ്രോഗ്രാംസ് ഉണ്ടായിരുന്നു എമർജി ആയിട്ട് സ്പെഷ്യലൈസ് ചെയ്ത. അതിൽ നമ്മൾ ചെയ്ത് നമ്മൾ ലോജിക് നല്ലോണം ബിൽഡായി. അതിനുശേഷം പിന്നീട് ബെൻസാർ ആയിരുന്നു ഇന്റർമീഡിയറ്റ് ലെവലായിട്ട് കാര്യങ്ങളൊക്കെ എടുത്തോണ്ടിരുന്നത്. ഗെയിമിന്റെ ഓരോ യൂണിറ്റിയുടെ ഓരോ ഫീച്ചർ കാര്യങ്ങളൊക്കെ ആള് പരിചയപ്പെടുത്തി ചെറിയ പ്രൊജക്ട് ഒക്കെ തന്നു. എന്നിട്ട് അതെങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യാന്നുള്ളത് അങ്ങനെ പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് പോവുകയാണ്. അങ്ങനെ 6 മാസത്തോളം പോയി. ഇപ്പോ നിലവില് ഞാൻ ഇന്റേൺഷിപ്പിന്റെ ഫേസിലാണ്. ഇപ്പോ പ്രൊജക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾക്ക് ഫസ്റ്റത്തെ 3 പ്രൊജക്ട് ഞങ്ങളോട് തന്നെ ഡിസൈൻ ചെയ്യാനാണ് പറഞ്ഞത്. ഒരു കണ്ടീഷനുള്ള ഒരു 2Dയും ഒരു 3Dയും വേണം. ഇൻഡിവിജ്വൽ ചെയ്യാനാണ് പറഞ്ഞത്. അപ്പൊ ഞാൻ എന്റെ 3Dയും ഒരു 2Dയും ചെയ്തിട്ടുണ്ട്. പിന്നെ നിലവിൽ ഇപ്പൊ ഒരു പ്രൊജക്ട് അത് ബെൻസാർ ഞങ്ങൾക്കൊരു പാക്കേജ് വന്നിട്ടുണ്ട്. അതില് കുറച്ച് അസറ്റ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അത് വെച്ചിട്ട് നമ്മുടെ ഐഡിയയിൽ ഒരു ഗെയിം ക്രിയേറ്റ് ചെയ്യാൻ ആ ഒരു പ്രൊജക്റ്റിലാണ് ഇപ്പൊ ഞാൻ കറന്റ് നിൽക്കുന്നത്. ഓക്കെ, സോ ഗെയിം ഡെവലപ്മെന്റ് ഓൾറെഡി കൺസിഡർ ചെയ്യുന്ന ടൈമിൽ 2 ഓപ്ഷൻസ് എന്തായാലും വന്നാണല്ലോ. അതെ, യൂണിറ്റി വേണോ അൺറിയൽ വേണോ? അതെ അതെ. അതെങ്ങനെ സോർട്ട് ഔട്ട് ചെയ്തത് യൂണിറ്റിയിലേക്ക് വരാനുള്ള? ഓക്കെ, യൂണിറ്റി ഞാൻ ആ സമയത്ത് എന്നൊരു കസിൻ ഉണ്ടായിരുന്നു.
കസിന്റെ ഒരു ഫ്രണ്ട് ഗെയിം ഡെവലപ്പറാണ്. ആൾക്ക് 10 വർഷത്തിന്റെ എക്സ്പീരിയൻസ് ഉണ്ട്. ആള് നിലവില് യൂണിറ്റി അൺറിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ ഞാൻ ആളോട് ചോദിച്ചപ്പോ ആളെ പറഞ്ഞതനുസരിച്ച് അതായത് ഗെയിമിന്റെ ആ ഒരു ഫീൽഡിലേക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ യൂണിറ്റി ആയിരിക്കും നല്ലതെന്ന് പറഞ്ഞത്, ബെസ്റ്റ് എന്ന് പറഞ്ഞത്. കാരണം യൂണിറ്റി ബിഗിനേഴ്സിന് ബെറ്റർ ആണ്. അൺറിയിൽ പറയുമ്പോൾ നിങ്ങൾ കോംപ്ലക്സ് ആണ് എഞ്ചിൻ, അത് ഗ്രാസ്പ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ട്. ആ സമയം നിങ്ങൾക്ക് യൂണിറ്റി അറിയാണ്, യൂണിറ്റി അറിഞ്ഞിട്ട് നേരെ അൺറിയിലേക്ക് ചാടുകയാണെങ്കിൽ ഒന്നും കൂടെ ബെറ്റർ ആയിരിക്കും. അതാ പറഞ്ഞത്. പിന്നെ യൂണിറ്റിയിൽ 2D ചെയ്യാൻ പറ്റും, 2D ഗെയിംസ്, അതുപോലെ തന്നെ 3D ഗെയിംസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അൺറിയിൽ മെയിൻ ആയിട്ട് AAA ഗെയിംസ് പോലെ വലിയ ഗെയിംസ് അതിലാണ് അവർക്ക് മെയിൻ ആയിട്ട് അവിടെ എഞ്ചിൻ ഫോക്കസ് ചെയ്തേക്കുന്നത്. യൂണിറ്റിയിലാണെങ്കിൽ 3D 2D ഏതും ക്രിയേറ്റ് ചെയ്യാം. പിന്നെ ഓഫ്കോഴ്സ് ജോബ് ഓപ്പണിംഗ്സ് നോക്കുമ്പോഴും അതെ യൂണിറ്റിക്കാണ്. അതെ. പിന്നെ മെയിൻ ഒരു ഗെയിം ഡെവലപ്പറിനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഏറ്റവും കൂടുതൽ മെറിറ്റ് ആയിട്ട് തോന്നുന്നത് യൂണിറ്റിയുടെ അസറ്റ് സ്റ്റോർ ആണ്. നമുക്ക് കോഡിംഗ് ഒരു സെക്ഷൻ ഉണ്ട്, ഡിസൈനിങ് കൂടെ. അതായത് ഡിസൈനിങ്ങിന്റെ കേസിലും കൂടെ വരുമ്പോ നടക്കുന്ന കേസല്ല, ഒരു ഗെയിം ആ ഒരു ഗെയിമിന്റെ കേസിൽ വർഷങ്ങളോളം പോകും ഒരു ഗെയിം ക്രിയേറ്റ് ചെയ്യുമ്പോൾ. ഇപ്പൊ യൂണിറ്റ് അസറ്റ് സ്റ്റോർ ആകുമ്പോൾ ഓൾറെഡി ബിൽഡ് ആയിട്ടുള്ള കുറെ മോഡൽസ്, ഓഡിയോ കാര്യങ്ങളൊക്കെ നമുക്കുള്ളതുകൊണ്ട് നമ്മുടെ ഗെയിമിലേക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും. അത് തന്നെ കുറെ ഗ്യാപ്പ്, കുറെ ടൈം കുറച്ച് തരും. പിന്നെ അതുപോലെ തന്നെ കമ്മ്യൂണിറ്റി യൂണിറ്റിക്ക് വളരെ വലുതാണ്. എന്ത് ക്വസ്റ്റ്യൻ ചോദിച്ചാലും റിപ്ലൈ കിട്ടാൻ വേണ്ടി കമ്മ്യൂണിറ്റി ഉണ്ട്. അതെ. ഓക്കെ. അപ്പോ ഇപ്പം പ്ലേസ് ആയിട്ടുണ്ടല്ലേ, എവിടെയാണ് പ്ലേസ് അയക്കുന്നത്, അവിടുത്തെ ഒരു ഡീറ്റെയിൽസ്, ഇനി പോകാൻ പോകുന്ന കമ്പനിയെ കുറിച്ചുള്ള എക്സ്പെക്ടേഷൻസ്, എങ്ങനെയാണ് കരിയർ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പൊ ഞാൻ പ്ലേസ് അയക്കുന്നത് ഡൈനാമിക് നെസ്റ്റ് എന്ന് പറഞ്ഞ കമ്പനിയാണ്, സ്മാർട്ട് സിറ്റിയിലുള്ള ഡൈനാമിക് നെസ്റ്റ് എന്ന് പറഞ്ഞ കമ്പനി, ഇൻഫോപാർക്കിൽ. അതെ. അപ്പോ അവിടെ ഇന്റർവ്യൂ കഴിഞ്ഞു. 4 റൗണ്ട് ഉണ്ടായിരുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു അവിടുത്തെ ഒരു റൗണ്ട്? അടിപൊളിയായിരുന്നു. നമുക്ക് ഫസ്റ്റ് തന്നെ 1-2 ഗെയിംസ് ക്രിയേറ്റ് ചെയ്ത് അയക്കാൻ പറഞ്ഞവരോട്, അങ്ങനെ അയച്ചു കൊടുത്തു. പിന്നെ വേറെ ടെക്നിക്കൽ റൗണ്ട് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ HR റൗണ്ട്. അങ്ങനെ HR റൗണ്ടിലോ അങ്ങനെ ഓക്കെ ആണെന്ന് പറഞ്ഞ് ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് അങ്ങനെ കിട്ടി. സോ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാനുള്ളൊരു കോൺഫിഡൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? അതിന്റെ ട്രെയിനിങ് എന്തെങ്കിലും കിട്ടിയായിരുന്നു? അത് എമർജി തന്നെയാണ്. കാരണം ലേണിംഗ്, അതായത് ഗെയിം ഡെവലപ്മെന്റിന് പുറമെ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ, അതേപോലെ നമ്മുടെ കുറെ സോഫ്റ്റ് സ്കിൽ ഇംപ്രൂവ് ചെയ്യിക്കാൻ വേണ്ടി എമർജി വളരെ വലിയൊരു പങ്ക് വഹിച്ചിട്ടുണ്ട് എന്റെ കേസിൽ. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്കത് ഇന്റർവ്യൂ കുഴപ്പമില്ല അറ്റൻഡ് ചെയ്യാൻ പറ്റി. നല്ല രീതിയിൽ. സോ അതിന് എങ്ങനെയാ ലൈക്ക് കരിയർ? ഓക്കെ. അപ്പൊ ഞാൻ ഫസ്റ്റ് ഉദ്ദേശിക്കുന്ന പറയുകയാണെങ്കിൽ യൂണിറ്റി എനിക്ക് ഞാൻ കുറെ പഠിക്കാനുണ്ട്. കടലുപോലെയാണ്, തീർപ്പില്ല. അതെ. അപ്പൊ ഞാൻ അത് കുറെ പഠിക്കാനുണ്ട്. അത് കംപ്ലീറ്റ് പഠിച്ചതിന് ശേഷം ഒരു സീനിയർ ഡെവലപ്പർ ആ ഒരു ഇതിലേക്ക് പോകുന്നുണ്ട്. പിന്നെ കുറച്ച് പോവാണെങ്കിൽ സ്വന്തമായിട്ടൊരു ഫെയിം സ്റ്റാർട്ട് ചെയ്യണം ചെറിയൊരു ആഗ്രഹമുണ്ട്. ആക്ച്വലി നല്ലതാണ്. അങ്ങനെ ഒരു വിഷൻ നമുക്ക് എപ്പോഴും വേണം. അതെ. കാരണം നമുക്ക് എന്തായാലും ഡെവലപ്പേഴ്സ് മാത്രം പോകല്ലോ, ഡെവലപ്പേഴ്സിന് ജോബ് കൊടുക്കുന്ന എന്റർപ്രൈനേഴ്സ് വന്നാലേ കാര്യമുള്ളൂ. അത് ശരി. കാരണം യൂണീക്ക് കാര്യങ്ങൾ പറഞ്ഞാൽ ഗെയിമിംഗ് ആണ്, എന്റർടൈൻമെന്റ് ആണ്. യൂണീക്ക് സാധനങ്ങൾ വന്നാലേ ആൾക്കാർ അക്സെപ്റ്റ് ചെയ്യത്തുള്ളൂ. ആ ഒരു ക്രിയേറ്റിവിറ്റിക്ക് എത്താൻ പറ്റട്ടെ എന്തായാലും. ഓക്കെ. നമ്മുടെ നോർമലി ലൈക്ക് നമുക്കറിയാൻ വെച്ചിട്ട് ഇപ്പോ പൈത്തൺ, ഫ്ലട്ടർ ഇതേപോലുള്ള ഒരു ഡൊമൈൻസിനെല്ലാം ഒരു വേർഡ് ഓഫ് മൗത്ത് ഉണ്ട്. മീൻസ്റ്റാക്ക്, ആൾക്കാർക്ക് അറിയാം. പക്ഷെ ആ ഒരു യൂസ് എന്തായാലും ഗെയിം ഡെവലപ്മെന്റ് ഇല്ല. കാരണം ആൾക്കാർക്ക് അറിയില്ല. ഇപ്പോഴും ആൾക്കാർക്ക് പേടിയാ, ഇത് ഗെയിം കളിക്കുന്നത് തന്നെയാണോ, ഇതിൽ പോയി കഴിഞ്ഞാൽ കരിയർ പോകുമോ, ഇങ്ങനെയുള്ള കുറെ പേടി ആൾക്കാർക്കുണ്ട്. സോ ഇപ്പൊ ഇതിന്റെ ഒരു ഫാമിലി റിലേറ്റീവോ അല്ലെങ്കിൽ ഫ്രണ്ട്സോ കസിൻസ് ആരെങ്കിലും ഞാനും ഗെയിം ഡെവലപ്മെന്റ് പഠിക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞ് ഇതിന്റെ അടുത്ത് വരുവാണെന്നുണ്ടെങ്കിൽ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട്, ഇതിന്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് എങ്ങനെ അവരെ ഗൈഡ് ചെയ്യും? ഓക്കെ. അപ്പോ ബേസിക്കലി ഗെയിം ഡെവലപ്മെന്റ് കേൾക്കുമ്പോൾ തന്നെ വീട്ടുകാർക്ക് പ്രശ്നമാണ്. കാരണം എന്താണ് എന്ന് അവർക്ക് അപ്പോഴും ഡൗട്ടാണ്. ഗെയിം കളിക്കുന്നതാണോ അതോ കരിയർ ആണോ എന്നുള്ളത് പലർക്കും അറിയില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഗെയിം ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് മറ്റു സോഫ്റ്റ്വെയർ ഫീൽഡ് പോലെ വളരെ വാസ്റ്റ് ആയിട്ടുള്ള ഫീൽഡാണ്. പിന്നെ അത്യാവശ്യം നല്ല പാക്കേജും ഉണ്ട്. പിന്നെ ഓപ്പണിങ്സ് വളരെ കൂടുതലാണ്, പ്രത്യേകിച്ച് യൂണിറ്റിക്ക് ഭയങ്കര ഓപ്പണിംഗ് കൂടുതലാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനെ ആരെങ്കിലും ചോദിച്ചു വരികയാണെങ്കിൽ, പ്രത്യേകിച്ച് അങ്ങനെ വരികയാണെങ്കിൽ ഞാൻ ഫസ്റ്റ് ആയിട്ട് പറയാറുള്ളത്, ഗെയിം ഡെവലപ്മെന്റ് നിങ്ങളൊരു ജോബ് പോലെ കൺസിഡർ ചെയ്യാതെ പകരം നിങ്ങൾക്ക് പാഷൻ ഉണ്ടെങ്കിൽ അത് വളരെ പെട്ടെന്ന് തന്നെ ഗ്രോത്ത് ആയിട്ട് മുമ്പോട്ട് പോകാൻ അങ്ങനെ പറ്റും. പിന്നെ അത് മാത്രമല്ല, ഗെയിം ഡെവലപ്മെന്റ് സത്യം പറഞ്ഞാൽ നമുക്കൊരു എന്താ ക്രിയേറ്റ് ചെയ്യാൻ എളുപ്പമാണ്. അതായത് ഒരു കൺസെപ്റ്റ് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈസിയാണ്. ഒരുപാട് കാര്യങ്ങളൊന്നും വേണ്ട. ഈ ആൾക്കാർ ടെൻഷൻ അടിക്കുന്ന എത്ര കാര്യങ്ങളൊന്നും ഇല്ല. കുറെ പ്രോഗ്രാമിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ടെന്നൊക്കെ പറയാം. പക്ഷെ എന്നാ പോലും നമുക്കൊരു ഒരു ഐഡിയ കിട്ടി കഴിഞ്ഞാൽ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ എൻജോയ് ചെയ്ത് ചെയ്യാൻ പറ്റുന്നത്. അത് തന്നെ മെയിൻ കാരണം എൻജോയ്മെന്റ് അത് ഇതിൽ കിട്ടും. എനിക്ക് അതുകൊണ്ട് ഞാൻ അത് ചൂസ് ചെയ്യാൻ മെയിൻ കാരണം എൻജോയ്മെന്റ്. അതായത് ഒരു ജോലിക്ക് പുറമെ ഒരു എൻജോയ്മെന്റും കൂടെ, നമ്മുടെ വർക്ക് കൾച്ചർ വരുമ്പോൾ തന്നെ എൻജോയ്മെന്റും കൂടെ അതിലുണ്ടെങ്കിൽ അതാണ് ഏറ്റവും വലുത്. അപ്പോ ഗെയിം ഡെവലപ്മെന്റ് എന്ന് പറയുമ്പോൾ ആർക്കും ജോയിൻ ചെയ്യാൻ പറ്റും.
അതിപ്പോ കോഡിംഗ് ബാക്ക്ഗ്രൗണ്ട് വേണം അങ്ങനെ നിർബന്ധമുള്ള ഇല്ലല്ലോ. അപ്പൊ എന്റെ കൂടെ പഠിക്കുന്ന, അതായത് എമർജി തന്നെ പഠിക്കുന്ന പലരുടെ കയ്യിലും ഞാന് എന്താ നോർമൽ നോൺ ഐ ടി ആണ് ഏറ്റവും കൂടുതൽ നോൺ ഐ ടി കൂടുതൽ ടോണിൽ പഠിക്കുന്നത്. അതെ അതെ, എന്റെ കൂടെ ഉള്ളവരൊക്കെ നോൺ ഐ ടി. ഞാൻ മാത്രമാണ് ഐ ടി. ഞാൻ പിന്നെ വേറെ ഫ്രണ്ടുകളുണ്ട്, ബാക്കിയുള്ളവർ നോൺ ഐ ടി. എല്ലാവരും പ്ലേസ്ഡ് ആവുന്നുണ്ട്. കാരണം ഓപ്പണിങ്സ് കൂടുതലാണല്ലോ വേണ്ടിയുടെ. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ പറ്റിയൊരു ഫീൽഡ് ആയിരുന്നു. അതെ, ഫ്ലട്ടർ മറ്റ് കോമ്പറ്റീഷൻ ഉള്ള ഫീൽഡിലേക്ക് പോകാൻ ഗെയിം നല്ല ഫീൽഡ്. പിന്നെ ഓപ്പണിങ്സ് വളരെ കൂടുതലാണ്. ഓക്കെ, സോ അപ്പോ അതൊക്കെയാണ് ഇതിന് പറയാനുള്ളത്. എനിവേ പ്ലേസ്ഡ് ആയിട്ടുണ്ട്, പുതിയൊരു കരിയറിലേക്ക് കയറുകയാണ്, പുതിയ കമ്പനിയാണ്. അപ്പൊ കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ട് ചെയ്യുക. ആഗ്രഹിക്കുന്ന പൊസിഷൻ ഒരു എന്റർപ്രണർ ലെവലിലേക്ക് എത്താൻ പറ്റട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. അപ്പം ഇതിന് താങ്ക് യു, ഇത്രയും ടൈം നമുക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്ത്. ഓക്കെ.